സിനിമാ മേഖലയിലെ വിവാഹ ബന്ധങ്ങൾ അത് വേർപിരിയുന്നതിന് ഒരു വാർത്തയല്ലെങ്കിലും സംഗീത സംവിധായകൻ റഹ്മാന്റെ വിവാഹമോചന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകരും സമൂഹവും കേട്ടത്. 29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് ആ ദമ്പതികൾ വേർപിരിയാൻ തീരുമാനിച്ചത്. ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആയിരുന്നു പിരിയുന്ന വിവരം പരസ്യമാക്കിയതും പുറം ലോകം അറിഞ്ഞതും. അതിനുശേഷം പിരിയാനുള്ള കാരണങ്ങളെ പറ്റിയൊക്കെ പല ഊഹാപോഹങ്ങളും പ്രചരിച്ചു. അത് സ്വാഭാവികമാണ്. കേൾക്കുന്നവർ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവരവരുടെ മനോധർമ്മം അനുസരിച്ച് പടച്ചുവിട്ടുകൊണ്ടേയിരിക്കും. വിവാഹമോചന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഹ്മാനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരവർക്ക് അവരവരുടെ യുക്തി അനുസരിച്ച് അവരുടെ മനോധർമ്മം അനുസരിച്ച് അവരവരുടെ മനസ്സിൽ തോന്നിയ രീതിയിലെല്ലാം വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇക്കാര്യത്തിൽ റഹ്മാൻ യൂട്യൂബ് ചാനലുകൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇപ്പോഴിത് പറയാൻ കാരണം വീണ്ടും വാർത്താക്കോളങ്ങളിൽ നിറയുകയാണ് റഹ്മാനും ഭാര്യയും. ഇരുവരും തമ്മിൽ അനുരഞ്ജനത്തിന് സാധ്യത തെളിയുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സൈറ ബാനുവിന്റെ, അതായത് റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെ അഭിഭാഷക വന്ദന ഷാ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും വീണ്ടും അനുരഞ്ജനത്തിന് സാധ്യതയുണ്ടെന്ന് ആദ്യമായി വ്യക്തമാക്കിയത്. ഇരുവരും തമ്മിൽ അനുരഞ്ജനം സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് വക്കീല് വെളിപ്പെടുത്തിയത്. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നത്. പ്രണയത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. അവരുടെ സംയുക്ത പ്രസ്താവനയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. നീണ്ടകാലത്തെ ദാമ്പത്യമായിരുന്നു ഇവരുടേത്. ഒരുപാട് ആലോചിച്ചാണ് ഈ തീരുമാനത്തിലെത്തിയത്. എന്നാൽ അനുരഞ്ജനം സാധ്യമല്ലെന്ന് ഇപ്പോഴും പറയുന്നില്ലെന്നാണ് അഭിമുഖത്തിൽ വന്ദന ഷാ പറഞ്ഞത്. ജീവനാംശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അവർ വ്യക്തമായി പ്രതികരിച്ചില്ല. സൈറയ്ക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലെന്നും അവർ പറഞ്ഞു. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ലെന്നാണ് വന്ദന പറയുന്നത്. കുട്ടികളിൽ ചിലർ മുതിർന്നവരാണ്. ആരുടെ ഒപ്പം നിൽക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാമെന്നാണ് അവർ പറഞ്ഞത്. ഖദീജ, റഹീമ, അമീൻ എന്നിവരാണ് റഹ്മാൻ സൈറ ബാനു ദമ്പതികളുടെ മക്കൾ. ഇതിൽ ഖദീജ 2 വർഷം മുൻപ് വിവാഹിതയായി. ഇതിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ഒരു കുടുംബത്തെ ശിഥിലമാക്കാനാണ് സോഷ്യൽ മീഡിയയിൽ പലരും ഉത്സാഹിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ പോലും ഗോസിപ്പുകൾ പടച്ചുവിട്ട് സംശയങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മുൻപന്തിയിലാണ്. അതിനായി ഗവേഷണം നടത്തിയവരാണ് നമ്മുടെ ചുറ്റുമുള്ള കൂടുതൽ ആളുകൾ. ഇവരുടെയൊക്കെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നത് അയൽവക്കക്കാരന്റെ കിടപ്പറയിലാണ്. മറ്റുള്ളവന്റെ അടിവസ്ത്രത്തിന്റെ അളവ് പോലും കാണാതെ പറയുന്ന ഈ കുഴിത്തുരുമ്പുകൾ വരുത്തി വെക്കുന്ന വിന ചില്ലറയല്ല.